ലെസന്ററിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഹായ് എവരിവൺ. അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 മാത്തമാറ്റിക്സിലെ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് എന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ എന്ന ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് അതിൻ്റെ മുമ്പുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിയണം. ഏതൊക്കെ? ട്രിഗണോമെട്രി ഫംഗ്ഷൻസിലെ +1 മാത്തമാറ്റിക്സിലെ ട്രിഗണോമെട്രി ഫംഗ്ഷൻസിലെ പഠിച്ച കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. സൈൻ എക്സ്, കോസെക്സ്, ടാൻ എക്സ്, അതുപോലെ കൊസീക് എക്സ്, സീക്ക് എക്സ്, കോട്ടെക്സ്, ഇവയൊക്കെ അതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടായിരിക്കണം. എന്നിട്ട് നമ്മൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിൻ്റെ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് ഏതിനൊക്കെ കുറിച്ചാണെന്ന് വെച്ചാൽ അതിൽ നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത് സൈൻ ഇൻവേഴ്സ് എക്സ്, അല്ലെങ്കിൽ കോസ് ഇൻവേഴ്സ്, ടാൻ ഇൻവേഴ്സ്, ഇതുപോലെ ഓരോന്നിൻ്റെ ഇൻവേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞത് സൈൻ എക്സ്, കോസ് എക്സ്, ടാൻ എക്സ് അങ്ങനെയൊക്കെ ഓരോന്നായിരുന്നല്ലോ. ഇനി നമ്മൾ ഇൻവേഴ്സ് ഫംഗ്ഷൻസ് ആണ് പറയുന്നത്. അതുപോലെ ഇതിന് മുമ്പുള്ള തൊട്ട് മുമ്പുള്ള ചാപ്റ്റർ അറിയാം, റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്. ആ ചാപ്റ്ററിൽ നമ്മൾ എന്ത് ചെയ്തിരുന്നു? ഇൻവേഴ്സ് ഫംഗ്ഷനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അതുപോലെ ഇപ്പോൾ സൈൻ എക്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അതുപോലെ സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സൈൻ എക്സിനെ കുറിച്ച് നമുക്ക് അറിയാം, എങ്ങനെയാണ് കാണുന്നത്, അതിൻ്റെ കുറേ ഫോർമുലാസും പ്രോപ്പർട്ടീസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. ഇനി സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് എങ്ങനെയായിരിക്കും വരിക, അതിൻ്റെ പ്രോപ്പർട്ടീസ് ഓരോന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇപ്പോൾ ഇതിൽ സൈൻ ഇൻവേഴ്സ്, കോസ് ഇൻവേഴ്സ്, ടാൻ ഇൻവേഴ്സ്, ഇതുപോലെ കോട്ടിൻ്റെ ഇൻവേഴ്സ്, കൊസീക്കിൻ്റെത്, സീക്കിൻ്റെത്, ഇതൊക്കെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ഡിസ്കസ് ചെയ്യാം. സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ്. അപ്പോൾ ഈ സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് സൈൻ എക്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അതായത് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ സൈൻ എക്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. കാരണം സൈൻ എക്സിന്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ ആണ് എന്ത്? സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ സൈൻ എക്സ് എന്ന് പറയുന്നത്, സൈൻ എക്സ് നമുക്കറിയാം ഫംഗ്ഷൻ ഡിഫൈൻഡ് ഫ്രം റിയൽ നമ്പർ ടു സൈൻ എക്സ് എന്നുള്ള ഫംഗ്ഷൻ. ആദ്യം സൈൻ എക്സിനെ കുറിച്ചാണ് പറയുന്നത്. അത് റിയൽ നമ്പർ ടു -1 to 1. ഇതായിരുന്നു അതിന്റെ ഡൊമൈനും റേഞ്ചും എന്ന് പറയുന്നത്. സൈൻ എക്സിന്റെ ഡൊമൈനും റേഞ്ചും എന്ന് പറയുന്നത് റിയൽ നമ്പറിന് -1 to 1 ആയിരുന്നു സൈൻ എക്സ് ഡിഫൈൻ ചെയ്തിരുന്നത്. ഇനി നമ്മൾ ഇതിന്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ ആണ് പറയുന്നത്. ഇപ്പോൾ റിയൽ നമ്പർ ടു -1 to 1 ആണ് സൈൻ എക്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഇൻവേഴ്സ് എന്തായിരിക്കും? അവിടുന്ന് ഇങ്ങോട്ട് -1 to 1 റിയൽ നമ്പേഴ്സ് ആയിരിക്കും സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്യേണ്ടത്. ബട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് സൈൻ ഇൻവേഴ്സ് ഓഫ് ഇൻവേഴ്സ് ഫംഗ്ഷനെ കുറിച്ച് നമ്മൾ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്ന ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഇൻവേഴ്സ് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ, ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സിന് ഇൻവേഴ്സ് ഫംഗ്ഷൻ എഫ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ എഫ് ഓഫ് എക്സ് എന്തായിരിക്കണം? എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ 1 1 1 ആയിരിക്കണം. 1 1 ആയിരിക്കണം, 1 2 ആയിരിക്കണം. ഈ എഫ് ഓഫ് എക്സ് എന്നുള്ളത് 1 1 1 2 ആയിരിക്കണം. അപ്പൊ സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഏത് 1 1 1 2 ആയിരിക്കണം? സൈൻ എക്സ് 1 1 1 2 ആയിരിക്കണം. സൈൻ എക്സ് എന്നുള്ളത് 1 1 1 2 ആയിരിക്കണം. അപ്പൊ ഇത് 1 1 1 2 ആവാൻ വേണ്ടി ഇത് റിയൽ നമ്പേഴ്സ് ടു -1 ആണ്, -1 to 1 ആണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇത് 1 1 and 1 2 ആവണമെങ്കിൽ നമ്മൾ ഇവിടുത്തെ ഡൊമൈന് നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്ത് -π/2 to -π/2 to π/2 to -1 1 ആയാൽ ഈ ഫംഗ്ഷൻ എന്താവും? 1 1 1 2 ആകും. ഈ ഫംഗ്ഷൻ -π/2 to π/2 to -1 to 1 ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ ഇത് 1 1 1 2 ആകും. അപ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സ് കാണാം. അപ്പോൾ ഉള്ള സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് എവിടെ നിന്നായിരിക്കും ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവുക? -1 to 1 to -π/2 to π/2. അപ്പോൾ ഉള്ള സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവുക -1 to 1 to
-π/2 to π/2. അപ്പോൾ ഈ ഫംഗ്ഷൻ ഇവിടെ എന്താണ് sin x 1 1 ഉം 1 2 ആണ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോഴുള്ള sin ഇൻവേഴ്സ് ഓഫ് x അപ്പോൾ മാത്രമേ ഈ ഇൻവേഴ്സ് ഫംഗ്ഷൻ sin xന്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അതായത് sin ഇൻവേഴ്സ് ഓഫ് x ഡിഫൈൻഡ് എവിടുന്നാണ് -1 to 1 to -π/2 to π/2. അതുപോലെ ഇതിനെ പ്രിൻസിപ്പൽ ബ്രാഞ്ച് എന്ന് പറയും. പ്രിൻസിപ്പൽ ബ്രാഞ്ച് അതായത് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ഇപ്പോൾ വെറും ഒരു സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 ഒക്കെ കാണാൻ പറഞ്ഞാൽ വെറും ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അതിന്റെ സൊല്യൂഷൻ എവിടെ ആയിരിക്കണം? പ്രിൻസിപ്പൽ ബ്രാഞ്ചിലായിരിക്കണം. അതായത് -π/2 ക്ലോസ്ഡ് ഇന്റർവെൽ -π/2 to π/2ലുള്ള ഏതെങ്കിലും ഒരു വാല്യൂ ആയിരിക്കണം. ഇപ്പോൾ വെറും സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 ചോദിച്ചാൽ ഇതിലുള്ള വാല്യൂ ആയിരിക്കണം പറയേണ്ടത്. അതായത് പ്രിൻസിപ്പൽ ബ്രാഞ്ചിലുള്ള വാല്യൂസ് ആയിരിക്കണം പറയേണ്ടത്. ഇനി നമുക്ക് കോസ് ഇൻവേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അതുപോലെ ഇവിടെ സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ഇപ്പോൾ 1/2 എന്നുള്ളത് ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഫ്രം അല്ലെങ്കിൽ ഏതെങ്കിലും വേറെ ബ്രാഞ്ച് തരികയാണെങ്കിൽ അവിടെയുള്ള വാല്യൂസ് പറയാം. അല്ലെങ്കിൽ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അതായത് വെറും സൈൻ ഇൻവേഴ്സ് ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അതിന്റെ സൊല്യൂഷൻ പറയേണ്ടത് പ്രിൻസിപ്പൽ ബ്രാഞ്ചിലുള്ള വാല്യൂ ആണ് അതിന്റെ സൊല്യൂഷൻ ആയിട്ട് പറയേണ്ടത്. ഇനി നമുക്ക് കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഇതുപോലെ ഡിസ്കസ് ചെയ്യാം. ഇത് നമ്മൾ സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പറഞ്ഞു. ഇനി കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ്. അപ്പോൾ കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ ആദ്യം കോസ് എക്സ് അറിയണം. കോസ് എക്സ് എന്നുള്ളത് cos x also defined from real number to -1 to 1. ഇനി നമ്മൾ ഇതുപോലെ cos inverse of x എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എന്താവണം? ഈ cos x എന്നുള്ളത് 1 1 ഉം 1 2 ആയിരിക്കണം. അതിനെന്ത് ചെയ്യണം? ഇതിന്റെ ഡൊമൈൻ റെസ്ട്രിക്ട് ചെയ്യുമ്പോൾ എന്താവും? 0 to π എന്നെടുത്തു. 0 to π to -1 to 1 ഡിഫൈൻ ആവുമ്പോൾ cos x എന്താണ്? 1 1 ഉം 1 2 ആണ്. അപ്പോൾ അപ്പോഴുള്ള കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്തായിരിക്കും? -1 to 1 to 0 to π. അങ്ങനെയാണ് കോസ് ഇൻവേഴ്സ് കോസിന്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഇതുപോലെയാണ് -1 to 1 to 0 to π. ഇതാണ് ഇതിന്റെ പ്രിൻസിപ്പൽ ബ്രാഞ്ച്. നേരത്തെ പറഞ്ഞ പോലെ പ്രിൻസിപ്പൽ ബ്രാഞ്ച് എന്ന് പറയുന്നത് 0 to π. കോസ് ഇൻവേഴ്സ് ഓഫ് എക്സിന്റെ പ്രിൻസിപ്പൽ ബ്രാഞ്ച് എന്ന് പറയുന്നത് 0 to π. -1 to 1 to ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 0 to π. ഇങ്ങനെയാണ് കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ്. അപ്പൊ ആദ്യം ടാൻ എക്സ് പറയാം. ടാൻ എക്സ് is defined from r minus set of all x such that x equal to 2n plus 1 π/2 n element of integer to real numbers. ഇങ്ങനെയാണ് ടാൻ എക്സ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. റിയൽ നമ്പർ മൈനസ് എക്സ് ഈക്വൽ ടു 2n plus 1 π/2. അതായത് ടാൻ എക്സിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സിന് ഏതെല്ലാം ഒഴിവാക്കണം? π/2ന്റെ ഓഡ് മൾട്ടിപ്പിൾസ് എല്ലാം ഒഴിവാക്കണം. ടു റിയൽ നമ്പേഴ്സ് ആണ് ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇത് 1 1 ഉം 1 2 ആക്കിയിട്ടുള്ള ഫംഗ്ഷൻ ടാൻ ഇൻവേഴ്സ് ആവുമ്പോൾ അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് റിയൽ നമ്പേഴ്സ് ടു -π ഓപ്പൺ ഇന്റർവെൽ -π/2 to π/2. റിയൽ നമ്പേഴ്സ് ടു ഓപ്പൺ ഇന്റർവെൽ -π/2 to π/2. അതായത് ടാൻ എക്സ് 1 1 1 2 ആവുന്നത് അതിന്റെ ഡൊമൈൻ ഇങ്ങനെ റെസ്ട്രിക്ട് ചെയ്യുമ്പോഴാണ്. -π/2 to π/2 to 6 ചെയ്യുമ്പോഴാണ് ടാൻ എക്സ് 1 1 1 2 ആവുന്നത്. അത് അപ്പോഴുള്ള ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് റിയൽ നമ്പേഴ്സ് ടു -π/2 to π/2. ഇത് ഓപ്പൺ ഇന്റർവെൽ ആണ്. ഇത് -π/2 π/2 ഇൻക്ലൂഡഡ് അല്ല. -π/2 π/2 ഇതിൽ ഇൻക്ലൂഡഡ് അല്ല.
അങ്ങനെയാണ് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. റിയൽ നമ്പേഴ്സ് ടു -π/2 ടു π/2. ഇനി നമുക്ക് കൊസീക്ക് ഇൻവേഴ്സ് പറയാം. ആദ്യം കൊസീക്ക് എക്സ് പറയാം. കൊസീക്ക് എക്സ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് r minus set of all x such that x equal to n pi n element of integer to r minus -1 to 1. ഇങ്ങനെയാണ് കൊസീക്ക് എക്സ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ ഇത് 1 1 1 2 ആക്കുമ്പോഴുള്ള ഇൻവേഴ്സ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് എക്സ്. അതെന്ന് പറയുന്നത് r minus -1 to 1 to closed interval -π/2 to π/2 minus set 0. ക്ലോസ്ഡ് ഇന്റർവൽ -π/2 to π/2 മൈനസ് സെറ്റ് 0. അതായത് കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് r minus ഓപ്പൺ ഇന്റർവൽ -1 to 1 to ക്ലോസ്ഡ് ഇന്റർവൽ -π/2 to π/2 മൈനസ് സെറ്റ് 0. ഇങ്ങനെയാണ് കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് സീക്ക് ഇൻവേഴ്സ് ഓഫ് എക്സ് പറയാം. സീക്ക് ഇൻവേഴ്സ് ഓഫ് എക്സ് ആദ്യം സീക്ക് എക്സ് പറയാം. സീക്ക് എക്സ് എന്നുള്ളത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് r minus set of all x such that x equal to 2n plus 1 π/2 n element of integer to r minus ഓപ്പൺ ഇന്റർവൽ -1 to. അപ്പോൾ സീക്ക് എക്സ് എന്നുള്ള ഡിഫൈൻ ചെയ്തിട്ടുള്ള എവിടുന്നാണ് r മൈനസ് റിയൽ നമ്പേഴ്സ് മൈനസ് സെറ്റ് ഓഫ് ഓൾ എക്സ് എക്സ് ഈക്വൽ 2n plus 1 π/2 എന്ന് പറഞ്ഞാൽ π/2ന്റെ ഓഡ് മൾട്ടിപ്പിൾസ് ഒന്നും സീക്ക് എക്സിന് കൊടുക്കാൻ പാടില്ല. അതാണ്. ഇനി ടു r മൈനസ് ഓപ്പൺ ഇന്റർവൽ -1 to 1 അത്രയാണ് സീക്ക് എക്സ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇനി അതിന്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് സീക്ക് ഇൻവേഴ്സ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് r മൈനസ് ഓപ്പൺ ഇന്റർവൽ -1 to 1 to 0 to π മൈനസ് സെറ്റ് π/2. അപ്പോൾ സീക്ക് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്നുള്ള ഡിഫൈൻ ചെയ്തിട്ടുള്ളത് r മൈനസ് ഓപ്പൺ ഇന്റർവൽ -1 to 1 to 0 to π മൈനസ് π/2. അങ്ങനെയാണ് സീക്ക് ഇൻവേഴ്സ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ലാസ്റ്റ് പറയാനുള്ളത് കോട്ട് ഇൻവേഴ്സ് ഓഫ് എക്സ്. അപ്പൊ ആദ്യം കോട്ട് എക്സ് ഡിസ്കസ് ചെയ്യാം. കോട്ട് എക്സ് എന്നുള്ളത് എവിടുന്നാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് r മൈനസ് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് x ഈക്വൽ ടു n π n എലമെന്റ് ഓഫ് ഇന്റിജർ ടു റിയൽ നമ്പേഴ്സ്. ഇങ്ങനെയാണ് കോട്ട് എക്സ് എന്നുള്ളത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇനി കോട്ട് എക്സ് കോട്ട് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്നുള്ളത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് റിയൽ നമ്പേഴ്സ് ടു ഓപ്പൺ ഇന്റർവൽ 0 to π. ഈ കോട്ട് എക്സ് എന്നുള്ള ഫംഗ്ഷൻ 1 1 1 2 ആയിരിക്കുമ്പോഴുള്ള കോട്ട് ഇൻവേഴ്സ് ഓഫ് അങ്ങനെ റെസ്ട്രിക്ട് ചെയ്തിട്ടുള്ള അപ്പോഴാണ് നമുക്ക് അതിന്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ ലഭിക്കുക. അതായത് കോട്ട് ഇൻവേഴ്സ് ഓഫ് എക്സ് ഡിഫൈൻഡ് ഫ്രം റിയൽ നമ്പേഴ്സ് ടു ഓപ്പൺ ഇന്റർവൽ 0 to π. ഇങ്ങനെയാണ് കോട്ട് ഇൻവേഴ്സ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത എല്ലാ കാര്യങ്ങളും ഒന്നുകൂടി പറയാം. അതായത് ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസ്.
സൈൻ ഇൻവേഴ്സ്, കോസ് ഇൻവേഴ്സ്, ടാൻ ഇൻവേഴ്സ്, അതൊക്കെ അതിൻ്റെ ഡൊമൈനും അതിൻ്റെ റേഞ്ചും ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെ വാല്യൂസ്, ഡൊമൈൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏതൊക്കെ വാല്യൂസ് ആ ഫംഗ്ഷന് കൊടുക്കാം. ഇപ്പോൾ ഒരു എഫ് ഇൻവേഴ്സിന് എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് ആണ്, എക്സിന് ഏതൊക്കെ വാല്യൂസ് കൊടുക്കാം എന്നുള്ളതാണ് ഡൊമൈൻ എന്ന് പറയുന്നത്. ഡൊമൈൻ ഓഫ് ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. റേഞ്ച് എന്ന് പറയുന്നത് ഈ എക്സ് വാല്യൂസ് കൊടുക്കുമ്പോഴുള്ള അതിന് ലഭിക്കുന്ന വാല്യൂസിനെയാണ് എന്ത് പറയുക, അതിന്റെ സെറ്റിനെയാണ് റേഞ്ച് എന്ന് പറയുക. അതായത് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസിന്റെ സെറ്റിനെ ഡൊമൈൻ എന്നും, ഈ വാല്യൂസ് കൊടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വാല്യൂസിന്റെ സെറ്റ് എന്താണ്, ആ ഫംഗ്ഷന്റെ റേഞ്ച് എന്നും പറയും. അപ്പോൾ ഡൊമൈനും റേഞ്ചുകളും, ഇൻവേഴ്സ് ട്രിഗണോമെട്രിക്കിന്റെ ഡൊമൈനും റേഞ്ചുകളാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഓരോന്നും പെട്ടെന്ന് പറയാം. സൈൻ ഇൻവേഴ്സ്, ഡൊമൈന്, റേഞ്ച്. സൈൻ ഇൻവേഴ്സിന്റെ ഡൊമൈൻ റേഞ്ച് എന്ന് പറയുന്നത് -1 to 1 to -π/2 to π/2. ഇനി കോസ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് -1 to 1 to 0 to π. അതുപോലെ ടാൻ ഇൻവേഴ്സ്, കൊസീക് ഇൻവേഴ്സ് പറയാം. കൊസീക് ഇൻവേഴ്സ് എന്നുള്ളത് r -1 to 1. അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് -π/2 to π/2 സെറ്റ് 0. അപ്പോൾ കൊസീക് ഇൻവേഴ്സും സൈൻ ഇൻവേഴ്സും ഏകദേശം റേഞ്ചുകൾ റിലേറ്റഡ് ആണ്. -π/2 to π/2 സെറ്റ് 0. അതുപോലെ സീക്ക് ഇൻവേഴ്സ് r -1 to 1 0 to π സെറ്റ് π/2. അതുപോലെ സീക്ക് ഇൻവേഴ്സും കോസ് ഇൻവേഴ്സും ഏകദേശം റിലേറ്റഡ് ആണ്. അതിന്റെ റേഞ്ചുകൾ π/2 ഒഴിവാകും. അതുപോലെ കൊസീക് ഇൻവേഴ്സും സൈൻ ഇൻവേഴ്സിൽ 0 ഒഴിവാകും. ഇനി ടാൻ ഇൻവേഴ്സ് പറയാം. ടാൻ ഇൻവേഴ്സ് എന്നുള്ളത് റിയൽ നമ്പേഴ്സ് ടു ഓപ്പൺ ഇന്റർവെൽ -π/2 to π/2. അപ്പോൾ ടാനും സൈനും ഏകദേശം റിലേറ്റഡ്. ഇവിടെ ക്ലോസ്ഡ് ഇന്റർവെൽ -π/2 to π/2 ആയിരുന്നു. പക്ഷെ ടാൻ ഇൻവേഴ്സിന്റെ എന്താണ്, ഓപ്പൺ ഇന്റർവെൽ -π/2 to π/2. അതുപോലെ കോട്ട് ഇൻവേഴ്സ് എന്നുള്ളത് കോസ് ഇൻവേഴ്സിനോട് ഏകദേശം റിലേറ്റഡ് ആണ്. റിയൽ നമ്പേഴ്സ് ടു ഓപ്പൺ ഇന്റർവെൽ 0 to π. റിയൽ നമ്പേഴ്സ് ടു ഓപ്പൺ ഇന്റർവെൽ 0 to π. ഇങ്ങനെയാണ് 6 ട്രിഗണോമെട്രിക് ഇൻവേഴ്സ് ഫംഗ്ഷൻസ്, അതിന്റെ ഡൊമൈനും റേഞ്ചും. ഈ റേഞ്ച് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ബ്രാഞ്ച് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു ഇൻവേഴ്സ് ഒരു വാല്യൂ ചോദിക്കുമ്പോൾ ഇതിലുള്ള വാല്യൂസ് ആണ് നമ്മൾ പറയേണ്ടത്. ഈ പ്രിൻസിപ്പൽ ബ്രാഞ്ചിലുള്ള വാല്യൂസ് ആണ് അതിന് ആൻസർ ആയിട്ട് പറയേണ്ടത്. അല്ലെങ്കിൽ ഏതെങ്കിലും സ്പെസിഫിക് ഒരു ഡിഫൈൻഡ് ഏതെങ്കിലും ഇന്റർവെൽ തരാണെങ്കിൽ അതിലുള്ള വാല്യൂസ് പറയാം. അല്ലെങ്കിൽ ഒന്നും തന്നിട്ടില്ലെങ്കിൽ ഈ പ്രിൻസിപ്പൽ ബ്രാഞ്ചിലുള്ള വാല്യൂസ് ആണ്. വെറും ഒരു സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ചോദിക്കുമ്പോൾ അതിന്റെ ഡൊമൈനും റേഞ്ചും ഇതുപോലെ ആയിരിക്കും. ഡൊമൈൻ ഇതും റേഞ്ച് ഈ പ്രിൻസിപ്പൽ ബ്രാഞ്ചും ആയിരിക്കും വെറും സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പറയുന്നത്. അല്ലെങ്കിൽ അത് ഡിഫൈൻഡ് ഫ്രം എ ടു ബി ആണെങ്കിൽ നമ്മൾ അതുപോലെ അതിനനുസരിച്ച് ചെയ്യും ഫംഗ്ഷൻ. അല്ലെങ്കിൽ ഒന്നും തന്നില്ലെങ്കിൽ നമ്മൾ എന്തെടുക്കണം, ഇവിടെ കാണിച്ച പ്രിൻസിപ്പൽ ബ്രാഞ്ച് തന്നെ അത് ആയിട്ട് എടുക്കണം. അതുപോലെ ഈ സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് എന്നുള്ളത് ഇൻവേഴ്സ് ഫംഗ്ഷൻ ഓഫ് സൈൻ എക്സ് ആണ്. സൈൻ എക്സിന്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ ആണ് എന്ത്, സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഇത് എന്തല്ല, സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു 1/sin x എന്ന് എഴുതരുത്. സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് എന്നുള്ളത് 1/sin x എന്ന് മിസ്റ്റേക്ക് ആയിട്ട് എഴുതരുത്. ഇതിങ്ങനെ ഇത് എഴുതാൻ പറ്റൂല. സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു 1/sin x അല്ല ഒരിക്കലും. സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സിന്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ ആണ്. അല്ലാതെ സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു 1/sin x എന്ന് എഴുതാൻ പറ്റൂല. ഇത് പവർ അല്ല. -1 എന്നുള്ളത് സൈൻ എക്സിന്റെ പവർ ആയിട്ട് എഴുതുന്നതല്ല, ഇൻവേഴ്സ് ആയിട്ട് എഴുതുന്നതാണ്. ഇൻവേഴ്സ് ഫംഗ്ഷൻ എന്നുള്ള റെപ്രസെന്റേഷൻ ആണ്. അല്ലാതെ 1/sin x എന്ന് ഒരിക്കലും സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റില്ല. അപ്പൊ ഇത്രയും സൈൻ ഇൻവേഴ്സ്, അത് ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസിന്റെ
ഡൊമൈനും റേഞ്ചും എങ്ങനെ വരുന്നത്, അതെങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഇതിൻ്റെ ഡൊമൈനും റേഞ്ചൊക്കെ അറിഞ്ഞിരിക്കുക. 6 ട്രിഗണോമെട്രി ഫംഗ്ഷൻസിൻ്റെയും ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസിൻ്റെയും ഡൊമൈനും റേഞ്ചും. അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി ഇതിൻ്റെ ബാക്കി ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസിൻ്റെ പ്രോപ്പർട്ടീസും മറ്റൊക്കെ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. താങ്ക് യു.